നേരത്തെ പ്രീ ഹിസ്റ്റോറിക് ഒരു ഇതെടുത്ത് നോക്കുമ്പോ പണ്ടത്തെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ കേരള കൾച്ചറിൽ ബ്ലൗസ്ലെസ് ആയിട്ടാണ് സാരീസ് യൂസ് ചെയ്തിരുന്നത്. ഫോറിനേഴ്സ് ഇവിടെ വന്നപ്പോഴാണ് ലൈക്ക് ഒരു ബ്ലൗസ് അല്ലെങ്കിൽ അടിപ്പാവാട സാരിയിൽ അങ്ങനെ ഒരു ആഡ് ഓൺ ചെയ്തത് ആ ഫാഷൻ. ലൈക്ക് ഇപ്പൊ അവരങ്ങനെ ആഡ് ഓൺ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കൾച്ചർ തുടർന്ന് വരുമ്പോൾ ബ്ലൗസ്ലെസ് ആയിട്ടല്ലേ സാരി എടുക്കുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ നഗ്നതാ പ്രദർശനം എന്നുള്ളൊരു സാധനം ലൈക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടി വരുമായിരുന്നു. ഇല്ല, നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ നിലക്കും പരിപൂർണ്ണ പരിശുദ്ധല്ല. അതായത് ബ്ലൗസ്ലെസ് ആയിട്ടുള്ള സാരികൾ ഉടുക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് തെറ്റാണ്. ഈ മോള് പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ നേരത്തെ വരാനിരുന്നത്. നമ്മുടെ കേരള സംസ്കാരം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പൊതുവെ ആണുങ്ങളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ ഏറ്റവും ഉത്തമയായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കര മാന്യത ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ ഒരു സാരി ഉടുത്ത് വന്നു കഴിഞ്ഞാൽ ഓക്കെ അവൾ മാന്യതയുള്ളതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പൊതുവെ ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നില്ല എങ്കിലും ഭൂരിപക്ഷം ആൾക്കാർക്കും ഉള്ളത്. സാരി ഉടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സൗന്ദര്യ മത്സരമാണ്. സൗന്ദര്യ മത്സരം എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി മാത്രമല്ല, ബ്യൂട്ടി വിത്ത് ബ്രെയിൻ ആണെന്ന് ഇവിടെ പല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്ത്രീയുടെ കഴിവുകളെ അംഗീകരിക്കാതെ നിങ്ങൾ എപ്പോഴും ഈ സ്ത്രീയുടെ സൗന്ദര്യം വടിവഴക് അങ്ങനെയാണ് അല്ല എന്താ ആ അഴകിനെ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിനു സംസാരിക്കും? കംപ്ലീറ്റ് ആയിട്ട് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് മറ്റ് കലാരൂപം പോലെ തന്നെ അല്ലെ മറ്റ് മത്സരങ്ങൾ പോലെ തന്നെ വ്യക്തിപരമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ചിന്താഗതിയുള്ളവർ ആരും മത്സരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദി തരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ നമുക്ക് പങ്കെടുക്കാം. ഞാൻ പറയട്ടെ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു അല്ലെ. ആ സന്ദേശം എന്നത് ആ ഓരോ വ്യക്തിയിലും ആശ്രയിച്ചായിരിക്കും. അതല്ല നിങ്ങൾ പറയുന്ന പോലെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല അതിൽ. ഒരു വിന്നർ ഒരു വ്യക്തിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ആ വ്യക്തി സിനിമകളെ സമൂഹത്തിന് തിരിച്ചറിഞ്ഞു കൊടുക്കാനാണ്. അതുപോലെ എന്ത് പ്രദർശനം ചെയ്താലും ഈ സമൂഹത്തിന് ഒരു ഷോ ആണ്, അത് മറ്റുള്ളവരെ കാണിക്കുകയാണ്. ഇതിലൂടെ ഇന്ന നല്ല കാര്യമാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് പറയുന്നത് ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്ന്. അതായത് ഈ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയണ്ടായി. ആൾക്കാരിൽ എത്ര പേരാണ് മേക്കപ്പ് ചെയ്യാതെ സ്റ്റേജിൽ കയറാനായിട്ട് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ആർട്ട് ഫോം തന്നെയാണ്. അപ്പൊ ഓരോ ആർട്ട് ഫോമിന് അതിൻ്റെതായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളുണ്ട്. മോഹിനിയാട്ടം, കഥകളി, ഏത് ആർട്ട് ഫോം എടുത്തു നോക്കിക്കോളൂ. ഈവൻ നാടകമാണെങ്കിൽ പോലും പറയട്ടെ ചേട്ടാ, ഞാൻ പറയട്ടെ, ഏത് ആർട്ട് ഫോം ആണെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള വേഷവിധാനങ്ങളും മേക്കപ്പുകളും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് വരുന്നത്. അപ്പൊ അത് അവിടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണ നഗ്നതാ പ്രദർശനമല്ല, മറിച്ച് അവളുടെ കഴിവും കൂടെ ഉണ്ട്. അത് നിങ്ങൾ എന്തുകൊണ്ട് കാണാതെ, അതിനെപ്പറ്റി എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല? മാഡം, സഭ്യമായ രീതിയിൽ എന്ത് നടത്തിയാലും അതിനെ ജനങ്ങളും പ്രോത്സാഹിപ്പിക്കും. പക്ഷേ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് വന്നുള്ള സൗന്ദര്യ മത്സരത്തെ നിങ്ങൾക്ക് ഒരു മറുപടി ഡാലുവിന്റെ ഉണ്ട്. ഡാലു ഒരു മറുപടി പറയുന്നു. ഡാലു ഇനി ഒന്നും നോക്കണ്ട. അല്ല, ഞാൻ പറയുന്നത് ഇന്ന് വിളിക്കുന്ന ഓരോ കുട്ടികളും അവർക്ക് ഏറ്റവും ആഗ്രഹമാണ് ഈ ഇൻഡസ്ട്രിയിൽ വരാൻ വേണ്ടിയത് കൊണ്ടാണ് ഇന്ന് ഇവര് ഓരോരുത്തർ ഇരിക്കുന്നത്. അപ്പൊ ഇവര് പറയുന്ന ഇവരൊക്കെ നഗ്നത പ്രകടനം നടത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരിക്കലും അല്ല. നിങ്ങൾ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവർ നഗ്നത പ്രദർശനം നടത്തുന്ന ഇന്ന് സാരി കൊടുത്ത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സെക്ഷൽ ഇന്റൻഷൻ തോന്നുന്നുണ്ടോ എന്നോട്? ഇല്ലല്ലോ. ഇതേപോലെ സാരിയും ഞാൻ എന്റെ ഫാഷൻ ഷോയിൽ പങ്കെടുത്തത്. മനസ്സിലായോ? ചെറിയ പിള്ളേര് വളർന്നു വരുന്ന ആൺകുട്ടികൾ വളർന്നു വരുന്നത് ഈ സമൂഹത്തിൽ വളർന്നു വരുന്നവരാണ്. അവർ ഈ സമൂഹം നന്നാവും. നേരിട്ട് മരത്തിന്റെ മുകളിലും കയറി കാലം കൈ ഓടിയണ്ട. നന്നായിട്ട് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.